ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകിയെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ പ്രതികളെ ചോദ്യം ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതേസമയം അന്വേഷണം നടക്കുന്നതിനിടെ ചോദ്യപ്രവചനവുമായി വീണ്ടും യൂട്യൂബ് ചാനൽ എത്തിയത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 2 ടീം അവർ രൂപീകരിച്ചിട്ടുണ്ട്. ആ 2 ടീമും വെവ്വേറെ ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അവർ വളരെ ഗൗരവത്തോടുകൂടി എടുത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് DGPയുടെ ഉത്തരവ് വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് വിമർശനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നും വിവാദ യൂട്യൂബ് ചാനൽ ഉടമകളെ ചോദ്യം ചെയ്യുവാനും ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. നിലവിൽ മൊഴിയെടുക്കൽ മാത്രമാണ് നടക്കുന്നത്. വിവാദ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻ ഉടമകളെ വിളിച്ചു വരുത്താൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അന്വേഷണം കാര്യക്ഷമമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുമ്പോഴാണ് വീണ്ടും പ്രകോപനമായി യൂട്യൂബ് ചാനൽ രംഗത്തെത്തിയത്. കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യമാണ് ഇക്കുറി പ്രവചനമായി പുറത്തുവിട്ടത്. സർക്കാരിനെയും സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാനൽ സംപ്രേഷണം തുടരുമ്പോഴും സർക്കാർ അനങ്ങാപ്പറ നയം സ്വീകരിക്കുന്നു എന്നാണ് ആക്ഷേപം. കേസിലെ പ്രതികളെ മുഴുവനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നത് എവിടെ നിന്നെന്നതിന് കൃത്യമായ ഉത്തരവുമില്ല. ജനം, തിരുവനന്തപുരം.